ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബത്ബൂത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ കുബൂസ് പോലെയല്ല, നമ്മൾ പാലും റവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണ് പോലെയുള്ള ഒരു കുബൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും ഒരു മൊറോക്കൻ ബ്രെഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുബൂസാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയുടെ പകുതിയായിരിക്കണം റവ കേട്ടോ. റവൻ്റെ ഇരട്ടിയായിരിക്കണം മൈദ. ആ ഒരു അളവിലാണ് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുക്കരുത്, 1 ടീസ്പൂൺ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ കുബൂസ് ഉണ്ടാക്കുമ്പോൾ റവ ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. പാലിൻ്റെ അളവ് ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കാനുള്ള പാല് വേണം. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. ഒന്നിച്ച് പാലൊഴിക്കണ്ട. അപ്പോൾ പിന്നെ പാല് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അളവ് മൊത്തം തെറ്റിപ്പോവും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. പൊടിയുടെ മിക്സിലേക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ കുഴച്ചതിന് ശേഷം ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ച് വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ് നമുക്ക്. ഇനി ഇത് കുഴച്ചതിന് ശേഷം നമ്മളിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് മാവ് പൊങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മാവ് ഡബിൾ സൈസായിട്ട് വരും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ചൂടുള്ള ഏതെങ്കിലും പ്ലേസിൽ വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഓവനൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് പൊങ്ങി കിട്ടും. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിതൊന്ന് ഒരു 4 ബോളുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരത്തിയെടുക്കാൻ എങ്ങനെ നിങ്ങളുടെ ഈസി അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ 4 ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളും എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പരത്തി കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടി പിടിക്കൂല. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മളിതൊരു ടിന്നിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മുടെ കുബൂസ് പോലെ വലിയതാക്കിയിട്ട് ഒരിക്കലും ചുട്ടെടുക്കരുത്. ഇത് ചെറിയ ചെറിയ കുബൂസുകളായിരിക്കും കേട്ടോ. ബണ്ണ് പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുക. സാധാരണ കുബൂസ് പോലെ ഒറ്റയടിക്ക് അങ്ങോട്ട് പൊങ്ങി വരില്ല ഇത് കേട്ടോ. അത് നല്ല ബണ്ണ് പോലെ ഉള്ളിൽ നല്ല കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ കുറച്ച് കട്ടി തന്നെയാണ് നമ്മൾ ഈ മാവ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു തവയിലോ ഒരു ദോശക്കല്ലിലോ എന്തിലേലും വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. സാധാരണ കുബൂസൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഇത്രയും കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചെറുതായത് കാരണം തന്നെ ഒരു തവയിൽ നമുക്ക് 4 or 5 ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. വലിയ കുബൂസാണെങ്കിൽ ഒന്നൊക്കെയല്ലേ നമ്മൾ ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചെറിയ കുബൂസുകളായിരിക്കും ഇത്. ബത്ബൂത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കുബൂസിനേക്കാളും നല്ല ടേസ്റ്റ്. നമ്മൾ പാലിലാണ് അത് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ റവയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുബൂസിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. സാധാരണ കുബൂസിൽ നമ്മൾ ഓയിൽ ചേർക്കാറില്ല. ഇതിൽ ഓയിൽ, പാല്, റവ ഒക്കെ നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഒറ്റതായിട്ട് ബോളായിട്ട് ഇത് പൊങ്ങൂല. ഉള്ളു കുറച്ച് തിക്കായിട്ടാണ് ഇതിരിക്കുക കേട്ടോ. ഉള്ളു നല്ല ബണ്ണ് പോലെയാണ് ഇത് ഉണ്ടാവുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡാണ് കേട്ടോ ഇത്. ഇപ്പോൾ 2 ഭാഗവും റെഡിയാവുന്ന സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം കേട്ടോ.
ഒരുപാട് തീയിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ ബദ്ബൂത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ കൊറോണൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയതിൻ്റെ ശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. നമ്മുടെ സാധാരണ എന്തെങ്കിലും കറീൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പം മുഴുവൻ ചുട്ടെടുക്കുന്നൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. ഞാൻ കുറച്ച് മാത്രം ഒന്ന് കാണിക്കുന്നുള്ളൂ. ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുബൂസിൻ്റെ റെസിപ്പി ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല ഐറ്റം കുബൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സ്പെറ്റൽസ് കുബൂസ് റെസിപ്പി എന്ന് അടിച്ചാൽ തന്നെ വരും. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിലേത് വേണമെങ്കിലും ചെയ്ത് നോക്കുക വീട്ടിൽ. എല്ലാം ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബദ്ബൂത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ചിക്കൻ ഫ്രൈയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഒരു മയണൈസും ചിക്കൻ ഫ്രൈയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. നമ്മൾ ബണ്ണൊക്കെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.